കട്ട് എടുക്കുന്നില്ല. ഇത് സ്ഥിരം പണിയാ. ഇതിന്ന് വിളിച്ചാലേ എടുക്കുള്ളൂ. അതിന്ന് വിളിച്ചാൽ എടുക്കും, പക്ഷെ മിണ്ടൂല. ഒന്നുകൂടെ വിളിച്ചു നോക്കിയാ. ഹലോ ഹലോ നിങ്ങളാ ഹലോ നിങ്ങളാ ഹലോ ഹലോ എല്ലാരും കൂടെ ഇവിടെ ഒരു ഗൂഢാലോചന എന്താണ്? ഞങ്ങള് എല്ലാവരും ചേർന്നൊരു പ്രശ്നം ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്രശ്നത്തിൽ ആദിഭാഗത്താണോ പ്രതിഭാഗത്താണോ പറയാനായിട്ടില്ല. പ്രശ്നം എന്ന് പറയുമ്പോൾ മിക്കവാറും ഞാനായിരിക്കും പ്രശ്നക്കാരൻ നിങ്ങളെയൊക്കെ സംബന്ധിച്ച്. എന്ത് പ്രശ്നം ഇപ്പോ? ക്ലീറ്റോ ചേട്ടാ 2 ദിവസമായിട്ട് നാത്തുവിന്റെ ഫോണിൽ എടുത്താൻ വിളിച്ചോണ്ടിരിക്കുക. ആരടി? നിന്റെ ഫോണിൽ നീ നമ്പർ കൊടുക്കാതെ പിന്നെ നിന്നെ ആര് വിളിക്കണത്? ഞാനും അയ്യോ ഏവനാ വിളിക്കണത്? അഡ്രസ് ഞാൻ ചോദിച്ചില്ല കേട്ടാ. ആരാന്നറിയാൻ വേണ്ടിയല്ലേ വിളിച്ചോണ്ടി. നിങ്ങളുടെ ചൂടാവണം എന്തിന്? വിളിച്ചു നോക്കട്ടെ. ആരാണ് വിളിച്ചത്? എന്റെ ക്ലീറ്റോ അതെ നമ്പറൊക്കെ അതിനകത്തുണ്ട്. അങ്ങോട്ട് വിളിച്ചാ അയാൾ മിണ്ടൂല, ഇങ്ങോട്ട് വിളിച്ചാ എടുത്താ മിണ്ടൂല. ഇപ്പൊ അവള് വിളിച്ച് സംസാരിച്ചപ്പോ സംസാരിക്കും, പക്ഷെ എടുത്തു. ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ എടുക്കുന്നില്ല. ഈ ഫോണിൽ നിന്ന് വിളിച്ചാൽ എടുക്കും. ഞാൻ ഈ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ അവൻ കട്ടികളും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്റെ പാർട്ടിയിലെ പിള്ളേരുടെ വാക്ക് പറഞ്ഞല്ലോ അവന് പൊക്കിക്കൊണ്ട് വരും. ചുമ്മാ ഇതെന്ന് അങ്ങനെ നാട്ടുകാരെ ഓടാറിക്കേണ്ട കാര്യം എന്താണ്? പിന്നെ എങ്ങനെ എന്നെ പോലെ ഒരു പ്രമുഖന്റെ ഭാര്യയുടെ മേലിൽ ഇങ്ങനെ സൈബർ അറ്റാക്ക് വരണമെങ്കിൽ സാധാരണക്കാരന്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും ഈ നാട്ടില്? അതൊന്നും ഞാൻ വെച്ച് പൊറിപ്പിക്കൂല. എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. ക്ലീറ്റോ ചേട്ടാ ഒന്ന് വിളിച്ചു നോക്കിയേ. ആര് വിളിച്ചാലും അവസ്ഥ. എനിക്ക് ഊമയാണോ മിണ്ടാത്തത്? എന്താ ഫോൺ ചെയ്യാൻ പോണത്? വഴിയുണ്ട്. യവനല്ല ഇവന്റെ അപ്പനെ വരെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ആണോ? പിന്നെ എളുപ്പമല്ലേ, അയാളുടെ വെച്ചാൽ മതി. അയാളുടെ മോനായിരിക്കും. കൂടുതൽ തമാശ ഇങ്ങനെ പറയല്ലേ കനക കേട്ടോ. സീരിയസ് ആയിട്ടൊരു കാര്യം ഒരുത്തം പറയുമ്പോൾ അവനെ അങ്ങ് വളിപ്പാക്കണമായി. ഓ ഇത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഫീമെയിൽ വോയിസ് അത് നല്ല പരിപാടിയാണ്. നമ്മുടെ അടുത്താണ്. പെണ്ണുങ്ങളുടെ സംസാരത്തിൽ അളിയൻ മിടുക്കനാ. അങ്ങനെ ആരെ വേണോ വളക്കി വളയും. അങ്ങനെ വളച്ചാണല്ലേ അവള. അങ്ങനെ അങ്ങോട്ട് പറയല്ലേ. നിന്റെ പഴയ കാമുകിയുണ്ടല്ലോ സുമലത, അവളോട് ഒരുപാട് പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് നിനക്ക് വേണ്ടിയിട്ട്. അത് വിട്. ഇതിപ്പോ ഈ ഞരമ്പ് രോഗികളുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് നമ്മൾ വിളിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പരുക്ക ശബ്ദത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഇട്ടിട്ട് ഓടും പേടിച്ച്. നമ്മൾ എന്ത് ചെയ്യണം? വളരെ സ്നേഹത്തോടെ അനുകമ്പയോടുകൂടി അവരോട് സംസാരിക്കണം. എന്നാലേ നമ്മളെ ട്രാക്കിലേക്ക് വരും. കാര്യങ്ങളൊക്കെ അറിയാം. ഞാനൊരു പൊതുപ്രവർത്തനമാണ്. ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പൊന്നും മോളൊരു കാര്യം ചെയ്യും, അവനെ വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കും. സ്നേഹത്തോടെ സംസാരിക്കാൻ ആളെ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിന്റെ അടുത്ത് കൊഞ്ചി കൊഴയാനല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പറ്റൂല എന്താണെങ്കിലും. വേണ്ട, ഞാനേ ഇത് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യമൊന്നും അല്ലല്ലോ. ഇതല്ലേ നമ്പർ? അവസാനം കിടക്കുന്ന നമ്പർ അല്ലേ? ഹലോ ഹലോ, എന്തിനാ ഇങ്ങനെ വിളിച്ചിട്ട് കട്ട് ചെയ്യുന്നേ? പേടിച്ചിട്ടാ? എന്തിനാ പേടിക്കണേ? ഓ എനിക്കും പേടിയുണ്ട്. ഞാൻ ഭർത്താവ് ഉണ്ടായിരുന്നേ നേരത്തെ, എനിക്കതാ പേടിയായിരുന്നേ. എന്താ പേര്? കുട്ടൂസോ? നല്ല പേര്. എന്റെയോ പൊന്നു. പൊന്നൂസെന്ന് വിളിച്ചോട്ടെ എന്നാ? പിന്നെന്താ, അങ്ങനെ തന്നെ വിളിച്ചോ. വിളിക്കാൻ പോണോ? എന്ത് പിന്നെ വിളിക്കോ? രാത്രിയിലാ വിളിക്കണേ, ഞാൻ കാത്തിരിക്കും. വിളിക്കാതിരിക്കല്ലേ കേട്ടോ. അയ്യോ ശരി എന്നാ. നോക്കിയോ, ഫോൺ എടുത്ത്. ഇതാണ് പറയണത്. യവനെ ഇനി നോക്കിക്കോ, യവനെ നമ്മൾ ഇവിടെ കൊണ്ടുവരും, വരുത്തും നമ്മള്. ഇവിടെ ഇരിക്കുന്ന ആളല്ല. അളിയാ, ഇതൊക്കെ എന്റെ ഒരു ചെറിയ നമ്പർ.